എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് എപ്പിസോഡ് 1, എപ്പിസോഡ് 2 എന്നൊരു 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങളുടെ കൺഫർമേഷൻസ് കിട്ടിയതിന് ശേഷം ഞാൻ ഇനി ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില കാര്യങ്ങളുടെ കൺഫർമേഷൻസ് കിട്ടുകയും ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ പ്രസ്ഥാനത്തിനൊരു ട്രസ്റ്റ് ഉണ്ടെന്ന്. ആ ട്രസ്റ്റിനൊരു അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിലൂടെയാണ് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ക്യാഷ് ഇടപാടുകളെല്ലാം നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ആ പ്രസ്ഥാനത്തിൽ, അതായത് ആ ട്രസ്റ്റിലേക്ക് നമ്മുടെ ആ പ്രസ്ഥാനം സ്ഥാപിച്ച, ആ പ്രസ്ഥാനത്തിന് പേരിട്ട മരണപ്പെട്ടു പോയ ആ ദേവദാസൻ്റെ മകൻ, അതായത് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞ എലീഷയെ അതിനകത്തോട്ട് ഒരു കീ സ്ഥാനം കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. അത് ആ ട്രസ്റ്റിലുള്ളവരുടെ മിടുക്കൊന്നുമല്ല. അതിൻ്റെ പിന്നിൽ കുറേ വ്യക്തികൾ, ഒരു രാഷ്ട്രീയ നേതാവ് ഉൾപ്പെടെ കുറേ വ്യക്തികൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. അവരുടെ നിരന്തരമായ പ്രയത്നവും അവരുടെ എന്താ പറയുക, ശക്തമായ ചില തീരുമാനങ്ങളും മുഖാന്തരമാണ് എലീഷയ്ക്ക് അവിടെ ഒരു കീ സ്ഥാനം ലഭിക്കുവാൻ ഇടയായിത്തീർന്നത്. ഓക്കെ, അപ്പോൾ ഈ അക്കൗണ്ടിൽ, അതായത് ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ വരുന്ന പൈസയുടെ കണക്ക് മാത്രമേ ഈ എലീഷയുടെ മുൻപിൽ എത്തപ്പെടത്തുള്ളൂ. ബാക്കിയുള്ളതൊന്നും എലീഷ അറിയത്തില്ല. എന്ന് വെച്ചാൽ അക്കൗണ്ടിൽ ഇടാതെ മുക്കുന്നതൊന്നും എലീഷ അറിയത്തില്ല. അതായത് മുക്കുന്ന പൈസയുടെ കണക്ക് അറിയത്തില്ല. ആ അക്കൗണ്ടിൽ ഇടുന്ന പൈസയുടെ കണക്ക് മാത്രമേ എലീഷയ്ക്ക് അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ട്രസ്റ്റിനകത്ത് ചില വ്യക്തികൾ, എല്ലാവരുമല്ല, കൃപയുള്ള കുറച്ച് പേരുണ്ട്, കൃപയുള്ള അപ്പനും അമ്മയ്ക്കും ജനിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത കുറച്ച് വ്യക്തികളുണ്ട്. അവർ അതിനകത്ത് കുറച്ച് തിരിമറികളൊക്കെ നടത്തുന്നുണ്ട്. അതായത് ആൾക്കാരുടെ സ്തോത്ര കാഴ്ചയും ആൾക്കാരുടെ ദശാംശവും ഒക്കെ വരുന്നതിനകത്തുനിന്ന് ഒരു കുറച്ച് എമൗണ്ട് മാത്രം, ഒരു നിശ്ചിത എമൗണ്ട് മാത്രം ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിനകത്തോട്ട് ഇടുകയും ബാക്കിയുള്ളതൊക്കെ ഇവന്മാർ മുക്കുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ അതിന് ചില ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. ഞാനും ഒരു ചെറിയ തോതിലുള്ള ഒരു അക്കൗണ്ടൻ്റാണ്. അപ്പോൾ എന്ത് ടാക്സിൻ്റെ വിഷയം വരാനാണ്? ടാക്സൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഒരു ടാക്സിൻ്റെ വിഷയങ്ങൾ വരാൻ പോകുന്നില്ല. കാരണം ഇതിലും വലിയ കോടികൾ ഉള്ള ട്രസ്റ്റുകളൊക്കെ ഇവിടെ സുഗമമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾ തിരിമറി കാണിക്കാതിരിക്കുക. കാരണം അതൊക്കെ വലിയ വിഷയങ്ങളാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത്, അതായത് ഈ സഭയ്ക്കകത്തിടുന്ന ഓരോ സ്തോത്ര കാഴ്ചയും ഓരോ ദശാംശങ്ങളും ഓരോ വിശ്വാസികളുടെയും അധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ നിങ്ങൾ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ, തലപ്പത്തിരിക്കുന്നവരോട് പറയുന്നത്, നിങ്ങളത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അത് വിശ്വാസികളുടെ എന്താ പറയുക, സാമ്പത്തിക സ്രോതസ്സുകൾ അടയപ്പെടുവാൻ കാരണമാകും. ബിസിനസ്സുകൾ ഡള്ളാകുവാൻ, അതുപോലെ വിശ്വാസികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയപ്പെടുവാനൊക്കെ അത് ഇടയായിത്തീരും. അതുകൊണ്ട് അതിനകത്ത് തിരിമറികളൊന്നും നടത്താതെ കറക്റ്റായിട്ട് ആ അക്കൗണ്ടിലോട്ട് ആ പൈസ ഇടുക. അല്ല എങ്കിൽ നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ഒരു കാര്യം ഓർക്കുക, നമ്മൾ എന്ത് ചെറ്റത്തരങ്ങൾ കാണിച്ചാലും, നമ്മൾ എന്ത് കുരുത്തക്കേടുകൾ കാണിച്ചാലും അതിനെല്ലാം വില കൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ തലമുറകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ തലമുറകളൊന്നും അത്ര അതിവിശുദ്ധന്മാരൊന്നും അല്ലല്ലോ. അതിനകത്ത് കുറച്ച് പേരുണ്ട്, ഒരു 3-4 വ്യക്തികളുണ്ടല്ലോ. അപ്പോൾ നിങ്ങളോടാണ് ഞാൻ പറയണേ, നിങ്ങളൊന്നും തലമുറകൾ വലിയ അതിവിശുദ്ധന്മാരൊന്നും അല്ലല്ലോ. ഈ നേതൃത്വ നിലയിലൊക്കെ ഇരുന്ന് പ്രവർത്തിക്കുന്ന കുറച്ച് പേരോടാണ് ഞാൻ പറയുന്നത്. അവരുടെ ഒന്നും തലമുറകൾ വലിയ അതിവിശുദ്ധന്മാരൊന്നും അല്ലല്ലോ. എല്ലാവർക്കും കുറേ കഥകളൊക്കെ അറിയാം. എന്ന് വെച്ചാൽ എന്താ പറയുക, കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ട് അടി കിട്ടിയവരുണ്ട്, ഡാൻസ് ബാറുകളിൽ പോയവരുണ്ട്, അവരുടെയൊക്കെ വീഡിയോ ക്ലിപ്പിങ്സുകളുണ്ട്. അങ്ങനെ പലതുണ്ട്. ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന് പറഞ്ഞ് ചില എന്താ പറയുക കുരുക്കുകളിൽ നിന്ന് രക്ഷിച്ചെടുത്തതുണ്ട്. ചില കേസുകൾ, പോലീസ് കേസുകൾ നടത്തി രക്ഷിച്ചെടുത്തതുണ്ട്. അങ്ങനെയൊക്കെ പല ടൈപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ തലമുറകൾക്ക് ഇനി അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ഭാരവും നിങ്ങൾ വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കുക. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ സഭ ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ വിശ്വസ്തത കാണിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത എനിക്കൊരു കാര്യം പറയുവാനുള്ളത്, അതിനകത്തുള്ള കുറച്ച് വ്യക്തികളോടാണ്. അതിൽ ഒരാളെ, മെയിനായിട്ടുള്ള ആളെ ഞാൻ നേതാവെന്ന് വിളിക്കുന്നു. നമ്മുടെ ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് സഭയുടെ തലപ്പത്തിരിക്കുന്ന കുറച്ച് വ്യക്തികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ തലപ്പത്തിരിക്കുന്ന ആളെ ഞാൻ നേതാവെന്ന് വിളിക്കുന്നു. വേറെ ഒരു ആളുണ്ട്, അയാളെ ഞാൻ കുത്തിത്തിരിപ്പുകാരൻ എന്ന് വിളിക്കാം. വേറെ ഒരാളുണ്ട്, അയാളെ ഞാൻ ട്യൂണിങ്ങുകാരൻ എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു വീക്ക്നെസ്സാണ് ഈ എന്താ പറയുക, ഈ വിധവയായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, കെട്ടിയവനില്ലാത്ത ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ പെണ്ണുങ്ങളെയൊക്കെ ട്യൂൺ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരു പുള്ളിയുടെ വീക്ക്നെസ് അത്. ഓക്കെ, അപ്പോൾ മനസ്സാന്തരം വന്നോന്ന് പറഞ്ഞുകൂടെ, പഴയ കഥയാണ്. ഓക്കെ, അപ്പോൾ പുള്ളീനെ ഞാൻ ട്യൂണിങ് കാരൻ എന്ന് വിളിക്കുന്നു. പിന്നെ വേറൊരു പുള്ളിയുണ്ട്, പുള്ളി ഒരു
വ്യാജൻ എന്ന് വിളിക്കുന്നത്. കാരണം പുള്ളി വന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒത്തിരി താന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നതാണ്. എന്നിട്ട് ഇത്രയും ഒരു നല്ല പൊസിഷനിലൊക്കെ ദൈവം ഇരുത്തിയതാണ്. പക്ഷേ അതിനകത്തൊക്കെ വ്യാജം കളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കാരണം ആ പുള്ളിനെ വ്യാജൻ എന്ന് വിളിക്കാൻ കാരണം ഈ പുള്ളി ഒത്തിരി വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതായത് മരണപ്പെട്ടു പോയ ദേവദാസൻ്റെ മകനായ എലീഷയെക്കുറിച്ച്, അതുപോലെ വേറെ പല സ്ഥാനങ്ങളിലിരിക്കുന്നവരെക്കുറിച്ച്, സഭയുടെ ചില കുലസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ ന്യായീകരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് കുറേ എന്താ പറയുക വ്യാജ പ്രചരണങ്ങൾ ഈ വ്യക്തി നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തിയെ ഞാൻ വ്യാജൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് ചോദിക്കുവാനുള്ളത്, നിങ്ങളൊക്കെ ഇന്ന് ആ ദേവദാസൻ നിങ്ങളെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമായിരുന്നു. ആ ദേവദാസൻ നിങ്ങളോട് കരുണ കാണിച്ചത് കൊണ്ടല്ല നിങ്ങളിന്ന് ഇവിടെ ഇരിക്കുന്നത്. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഈ സഭ പൊളിച്ച് വേറൊരു സഭ പണിയുവാൻ ബിൽഡിങ് എടുത്ത് അതിന് അഡ്വാൻസ് കൊടുത്തവർ വരെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? പിന്നെ എന്താ പറയുക, ആ ദേവദാസനെ വരെ ഭരിക്കുന്ന അത്രയും അധികാര പ്രയോഗം നടത്തിയവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കുത്തിത്തിരിപ്പുകാരൻ സഹിതം ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ കളികളൊക്കെ ഇരുന്ന് കളിക്കുന്നത്? നിങ്ങൾ ആ പൊസിഷനിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു മാന്യത നിങ്ങൾ കാണിക്കുക. ഓക്കെ, ഇങ്ങനത്തെ കുൽസിത പ്രവർത്തികൾക്ക് പോകാതിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ അധികാരമോഹത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അധികാരമാണ് നിങ്ങളുടെ മെയിൻ വിഷയം. പിന്നെ പണം. അപ്പോൾ ഈ അധികാരത്തിന് വേണ്ടി കുത്തിത്തിരിപ്പുകാരൻ നേതാവിനെ വരെ വെട്ടാൻ കളിച്ച കഥകളൊക്കെ നമ്മൾക്കറിയാം. നേതാവിനെ വെട്ടി കുത്തിത്തിരിപ്പുകാരൻ നേതാവാകാനും അങ്ങനെ എല്ലാം അടക്കി വാഴാനും ഒക്കെ ഒരു കുത്തിത്തിരിപ്പുകാരൻ കുറേ കളി കളിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല. പിന്നെ അത് ദൈവത്തിനൊട്ടും താല്പര്യമില്ലാത്തത് കൊണ്ടും ദൈവത്തിനൊരു നിശ്ചിത കാലത്തേക്ക് ആ നേതാവിൻ്റെ സ്ഥാനത്ത് ഇരുത്തേണ്ടതുള്ളത് കൊണ്ടും ദൈവം നേതാവിൻ്റെ കൂട്ടത്തിൽ നിന്നു എന്നുള്ള കാര്യം നേതാവ് മറക്കാതിരിക്കുക. ഈ കുത്തിത്തിരിപ്പുകാരനെയൊക്കെ കരുതിയിരുന്നു ഇനിയും പണി വരും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, ഈ ദേവദാസൻ, അതായത് ഈ സഭ സ്ഥാപിച്ച, ഈ പ്രസ്ഥാനം സ്ഥാപിച്ച ആ ദേവദാസൻ്റെ ഫ്യൂണറൽ പോലും നിങ്ങൾ ചില തിരിമറികൾ നടത്തിയില്ലേ? ഒരു 20 ലക്ഷം രൂപയൊക്കെ നിങ്ങൾ ഫ്യൂണറലിൻ്റെ പേരിൽ പിരിച്ചെടുത്തു അല്ല? എല്ലാവരുമല്ല, അതിനകത്ത് 2 വ്യക്തികളാണ് പിരിച്ചെടുത്തത്. ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ പിരിച്ചെടുത്തു. എന്നിട്ട് പിരിച്ചെടുത്തിട്ട് നിങ്ങൾ അത് വെച്ചിട്ട് ആ ഫ്യൂണറൽ നടത്തിയെന്ന് പറയുന്നത് നാണമില്ല നിങ്ങൾക്ക് ആ എച്ചി കണക്ക് പറയാൻ? കാരണം ഞാൻ പറയട്ടെ, ആ ദേവദാസനാണ് ഈ സഭയ്ക്ക് വേണ്ടി വില കൊടുത്തത്, ഈ സഭ ഉണ്ടാക്കിയത്. ആ ട്രസ്റ്റിനകത്ത് നല്ല മാന്യമായ രീതിയിൽ ആ ഫ്യൂണറൽ സർവീസ് നടത്തുവാനുള്ള എമൗണ്ടുമുണ്ട്. എന്നിട്ട് ആ എമൗണ്ട് എടുത്ത് നടത്താതെ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പിരിക്കാൻ പോയി. എന്നാൽ ആ വ്യക്തികൾ പിരിവ് തന്ന വ്യക്തികൾ അവരുടെ ഒരു നല്ല മനസ്സുകൊണ്ട് അവരത് തന്നപ്പം അവരോട് നിങ്ങൾക്ക് പറയാമായിരുന്നു, അത് നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ സഭയുടെ ഇതിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ എല്ലാവർക്കും കൂടെ ചേർന്നുള്ള നമ്മുടെ അക്കൗണ്ടാണ് സഭയുടെ അക്കൗണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾക്ക് ആ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട്, അതിനകത്തുനിന്ന് നമ്മൾക്ക് മനോഹരമായ ഒരു ഫ്യൂണറൽ സർവീസ്, ഒരു യാത്രയപ്പ് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷേ നിങ്ങളത് ചെയ്തില്ല. പകരം നിങ്ങൾ ഈ പിരിവെടുത്ത് നിങ്ങൾ കളിച്ചു. 20 ലക്ഷത്തിൻ്റെ ഫ്യൂണറലൊന്നും നടത്തിയില്ല, അത് വേറെ വിഷയം. പിന്നെ അതിൻ്റെ കണക്കുകളൊന്നും നിങ്ങളോട് ആരും ചോദിക്കാൻ വരുന്നില്ല. കാരണം തന്നവനില്ലാത്ത ബുദ്ധിമുട്ട് വേറെ ആർക്കും കാണേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെയുള്ള കുൽസിത പ്രവൃത്തികൾ തുടങ്ങി നിങ്ങൾ അവിടെ തൊട്ടാണ് നിങ്ങളുടെ വീഴ്ച ആരംഭിച്ചത്. ഓക്കെ, അവിടം തൊട്ടാണ് നിങ്ങളുടെ വീഴ്ച ആരംഭിച്ചത്. അവിടം തൊട്ടാണ് നിങ്ങൾക്ക് പണത്തിനോടുള്ള ആർത്തി കൂടിയത്. ഇങ്ങനെ സ്തോത്രകാഴ്ച പാത്രത്തിൽ നിന്ന് പോലും കൈയിട്ട് വരേണ്ട ഗതികേടിലേക്ക് നിങ്ങൾ എത്തിയത്. പിന്നെ നിങ്ങൾ അധികാരത്തിന് വേണ്ടി ചെയ്തു കൂട്ടിയത്, കുടുംബത്തിലുള്ളവർക്കുമൊക്കെ സ്ഥാനമാനങ്ങൾ ഒപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്തു കൂട്ടിയത്, അതിനുവേണ്ടി നിങ്ങൾ മുടക്കിയ പൈസകൾ, അതിനുവേണ്ടി, അത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, അധികാരത്തിന് വേണ്ടി കാട്ടിക്കൂട്ടിയതൊക്കെ, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു ആത്മീയൻ്റെ വീഴ്ചയുടെ തുടക്കമാണ്. ആ ഒരു ആത്മീയൻ്റെ വീഴ്ചയുടെ ആദ്യത്തെ തുടക്കമാണ് പണത്തിനോടുള്ള ആർത്തി, അതിനുശേഷം അധികാരത്തോടുള്ള ആർത്തി. പിന്നെ ഇത് രണ്ടും വന്നു കഴിയുമ്പോഴത്തേക്ക് കൃപ ഓട്ടോമാറ്റിക് പോയി പോകും. പിന്നെ സകല കാര്യങ്ങളും നിങ്ങൾ ചെയ്യും. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. നിങ്ങളിപ്പോൾ ഈ നേതൃത്വ നിരയിൽ നിൽക്കുന്ന നിങ്ങളോടൊക്കെ തന്നെയാണ് പറയുന്നത്, എല്ലാവരോടും ചേർത്താണ് പറയുന്നത്. അപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ സഭയിൽ നിന്നും ഒരു വ്യക്തികളെ പറഞ്ഞു വിടാൻ നിങ്ങൾക്ക് എന്താണ് അധികാരമിരിക്കുന്നത്? ഹൗസ് ചർച്ചിൽ നിന്ന് പേര് വെട്ടാൻ, സഭയിൽ വരുന്നവരുടെ പേര് വെട്ടാനൊക്കെ നിങ്ങൾക്ക് എന്താണ് അധികാരമിരിക്കുന്നത്? കാരണം നിങ്ങൾ ഇതിലും വലിയ ചട്ടത്തരങ്ങൾ കാണിച്ചിട്ട് ആ ദേവദാസൻ, ഇപ്പോൾ മരണപ്പെട്ടു പോയ ഈ സഭ സ്ഥാപിച്ച ദേവദാസൻ നിങ്ങൾക്ക് ചെറിയ വാണിങ്ങുകളും ചെറിയ ശിക്ഷകളും ഒക്കെ തന്നതല്ലാതെ നിങ്ങളെ ഈ സഭയിൽ നിന്ന് പറഞ്ഞു വിട്ടോ? ഇല്ലല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് അനുകൂലമല്ലാത്തവരെ, ആ ദേവദാസനെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോരുത്തരെയായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള അധികാരം നിങ്ങൾക്കാരാ തന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സഭയ്ക്ക് വേണ്ടി ഒരു 5 പൈസ മുടക്കിയവരാണോ നിങ്ങൾ ഇത്രയും ആൾക്കാർ? ഈ നേതൃത്വ നിലയിലിരിക്കുന്ന ആരെങ്കിലും നേതാവോ കുത്തിത്തിരിപ്പുകാരനോ ട്യൂണിങ്കാരനോ അതുപോലെ തന്നെ വ്യാജനോ അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു 5 പൈസ മുടക്കിയതാണോ? അല്ലല്ലോ. പകരം ഈ സഭയുടെ എന്താ പറയുക, അതിൻ്റെ ഫെയിമിലല്ലേ ഇപ്പം നിങ്ങളൊക്കെ നിൽക്കുന്നത്?
എന്നിട്ട് ഓരോ വ്യക്തികളെയും പറഞ്ഞു വിടാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം ഇരിക്കുന്നത്? അവിടെയാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥ ഇടയനും ഡ്യൂപ്ലിക്കേറ്റ് ഇടയനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത്. കാരണം യഥാർത്ഥ ഇടയൻ എന്താ പറ്റുകയെന്ന് അറിയുമ്പോൾ ഓരോ ആടിനെക്കുറിച്ചും കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ആ യഥാർത്ഥ ഇടയനായ ആ നല്ല ദേവദാസൻ നിങ്ങളെ ഓരോരുത്തരുടെയും കഥകൾ അറിഞ്ഞിട്ടും അദ്ദേഹത്തിന് കൂടെ നിങ്ങൾ പാരപണിയുകയാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ പറഞ്ഞു വിടാതെ. കാരണം വേറെ സഭ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് കാണിച്ചു? അതിനകത്ത് ഇത് വേറെ ബിൽഡിംഗ് എടുത്തതൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? എന്നിട്ട് പോലും നിങ്ങളെ പറഞ്ഞു വിടാതെ നിങ്ങൾക്ക് താക്കീത് തന്ന് നിങ്ങളെ അവിടെ നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, അതാണ് ഒരു യഥാർത്ഥ ഇടയൻ്റെ ജോലി കേട്ടോ. അത് ആ യഥാർത്ഥ ഇടയൻ ആടുകളെ പറഞ്ഞു വിടുന്നവനല്ല, പകരം ഒരെണ്ണം വഴിതെറ്റിപ്പോയാൽ അതിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ ഇടയൻ. അപ്പോൾ ഈ ഇടയൻ്റെ വേഷമൊക്കെ കെട്ടിയിരിക്കുമ്പോൾ നിങ്ങളോട് ഞാനൊരു കാര്യം കൂടെ പറയാം. ഓക്കെ, നിങ്ങൾക്കൊരു ഇടയൻ്റെ മനോഭാവം ഉണ്ടായിരിക്കണം, ഒരു താഴ്മ ഉണ്ടായിരിക്കണം. അല്ലാതെ ഞാൻ പറയുന്നതേ ചെയ്യാവൂ, ഞാൻ പറയുന്നതേ കേൾക്കാവൂ, എല്ലാം എൻ്റെ കൺട്രോളിലൂടെ പോകാവുള്ളൂ, എല്ലാം ഞാൻ എന്നുള്ള ഭാവം അങ്ങോട്ട് മാറ്റിവെക്കുക. എന്നിട്ട് ഒരു ഇടയൻ്റെ മനോഭാവം ഉണ്ടാകണം. ഇടയൻ്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ ആടുകളോട് കരുണയുണ്ടാകണം. അവരുടെ പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോൾ അത് കേൾക്കുവാനുള്ള മനസ്സുണ്ടാകണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള മനസ്സുണ്ടാകണം. അതുകൂടാതെ അവരുടെ കഷ്ടങ്ങളിൽ അവരെ സഹായിക്കുവാനുള്ള മനസ്സുണ്ടാകണം, അവർക്ക് നേർവഴി പറഞ്ഞു കൊടുക്കുവാനുള്ള മനസ്സുണ്ടാകണം. എല്ലാത്തിനും ഉപരിയായി ക്ഷമയുണ്ടാകണം, അവരെ കേൾക്കുവാനുള്ള ക്ഷമയുണ്ടാകണം. അതുകൂടാതെ എന്താ പറയുക, ഒരു മനസ്സാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടാകണം, ദയ എന്ന് പറയുന്ന ഒന്നുണ്ടാകണം. ഇതൊക്കെയാണ് ഒരു ദൈവദാസന് ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ ഒരു ഇടയനുണ്ടാകേണ്ട ക്വാളിറ്റി. ഓക്കെ, അതൊക്കെ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ഓക്കെ, ഇനി അവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം ഞാൻ പറയും, ഇനി കുത്തിത്തിരിപ്പുകാരനോടാണ് പറയാനുള്ളത്. കുത്തിത്തിരിപ്പുകാരനെ ഒപ്പിച്ച ഒരു പരിപാടിയാണ്. കുത്തിത്തിരിപ്പുകാരനും ഭാര്യയും കൂടെ ഇവിടെ ചെന്നു ഒരു ഹൗസ് ചർച്ചിലുള്ള ഒരു വ്യക്തിയോട് പറഞ്ഞു, എന്താ പറയുക, ഇവരുടെ പേര് വെട്ടണമെന്ന്. ഒരു ആൻറ്റിയുടെയും ഒരു അങ്കിളിൻ്റെയും പേര് വെട്ടണമെന്ന് പറഞ്ഞു. കാരണം ഈ കുത്തിത്തിരിപ്പുകാരന് സപ്പോർട്ട് അടിക്കുന്ന ഒരു ട്യൂണിങ്കാരനെ ഞാൻ പറഞ്ഞില്ല, ഒരു ട്യൂണിങ്കാരനുണ്ട്. ആ ട്യൂണിങ്കാരൻ്റെ കഥകളൊക്കെ അവർക്കറിയാം, അതുകൊണ്ട് അവരെ വെട്ടണം പോലും. അപ്പോൾ ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആ ഹൗസ് ചർച്ചിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന വ്യക്തി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ആ മരണപ്പെട്ടു പോയ ദൈവദാസൻ അത് ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ ദേവദാസനാണ്, അതുകൊണ്ട് അവരുടെ പേര് വെട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുത്തിത്തിരിപ്പുകാരൻ്റെ ഭാര്യ ഒരു വർത്തമാനം പറഞ്ഞു. എന്താണെന്നറിയാമോ? അയാൾ മരിച്ചു പോയില്ലെന്ന്. ഏത്? ഈ സഭ സ്ഥാപിച്ച, ഈ സഭയ്ക്ക് പേരിട്ട ആ വലിയ ദേവദാസന് പറയാം, അയാൾ മരിച്ചു പോയില്ലേന്ന്. സ്ത്രീയെ, നിങ്ങളത് പറഞ്ഞതിൽ യാതൊരു അതിശയോക്തിയുമില്ല. കാരണം അതല്ല അതിലപ്പുറം പറയും. കാരണം ഒരു കൃപയുമില്ലാത്തൊരു സ്ത്രീ, നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു പ്രൈസ്തലോട് പറയാൻ പോലും തോന്നിയല്ല. കാരണം അത്രയും ഒരു ദൈവിക തേജസ്, ഒരു കൃപയോ ഇല്ലാത്തൊരു സ്ത്രീയാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ വായിൽ നിന്ന് ആ വാക്ക് വന്നതിൽ യാതൊരു എന്താ പറയുക ടെൻഷനും ഇല്ല. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? കുത്തിത്തിരിപ്പുകാരൻ്റെ ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഈ സ്ത്രീയോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കിന്നൊരു പേര് സഭയിൽ 4 ആൾ നിങ്ങളെ അറിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. ഓക്കെ, ആ ഭർത്താവിന് പേരെവിടെ നിന്ന് കിട്ടി? ഈ മരണപ്പെട്ടു പോയ ദേവദാസൻ മുഖാന്തരം ആ സഭയിൽ ഉള്ളത് കൊണ്ട് കിട്ടിപ്പോയ ഒരു പേരാണ്. കുത്തിത്തിരിപ്പൊക്കെ നിർത്ത്. കുറച്ചുകൂടെ മാനേഴ്സ് കാണിക്കാൻ പഠിക്കും. ഓക്കെ, നിങ്ങൾക്ക് അധികാരമൊന്നുമില്ല. ഓരോ ഉത്സവ പ്രവൃത്തി ചെയ്യുന്നവനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യാത്തവരെ വെട്ടാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല. ഓക്കെ, നിങ്ങളൊരു 5 പൈസ മുടക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. സഭയ്ക്ക് വേണ്ടി ഒരു 5 പൈസ മുടക്കിയ കണക്ക് കുത്തിത്തിരിപ്പുകാരനും ഭാര്യയ്ക്കും പറയാനുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് വിടാതിരിക്കുക. അതിനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല കേട്ടോ. പിന്നെ കുത്തിത്തിരിപ്പുകാരൻ്റെ മറ്റൊരു കാര്യമാണ്, കുത്തിത്തിരിപ്പുകാരൻ വേറൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു. പുള്ളിനെ വേറൊരു ഇതിൻ്റെ കഥ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിനെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി ആ സ്ഥാനത്തേക്ക് കുത്തിത്തിരികാനാണ് ഈ കുത്തിത്തിരിപ്പുകാരൻ കളിച്ചുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി കുറച്ച് പരിപാടികളൊക്കെ ഈ പുള്ളി നടത്തി. പക്ഷേ നേതാവിന് കുറച്ചും കൂടെ ഒരു വിവരമുള്ളത് കൊണ്ട്, നേതാവിനെ കുത്തിത്തിരിപ്പുകാരനെ അറിയാവുന്നത് കൊണ്ട് നേതാവ് അതിന് കൂട്ടുനിന്നില്ല. ആ ദേവദാസനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഏത് ദേവദാസനെ കുത്തിത്തിരിപ്പുകാരൻ പാര വെച്ചോ ആ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ചെറിയ ബലഹീനതകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ മനുഷ്യൻ ഇപ്പോഴൊരു മാനസാന്തരത്തിൻ്റെ പാതയിലാണ് എന്നാണ് എനിക്ക് കിട്ടിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട്. അപ്പോൾ മാനസാന്തരപ്പെടുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾക്ക് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അതുമല്ല, ആ മനുഷ്യന് വേറൊരു ഗുണവും കൂടി ഉണ്ട് കേട്ടോ. ആ മനുഷ്യൻ ചെയ്യുന്നതൊക്കെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. അതായത് മരണപ്പെട്ടു പോയ ആ മനുഷ്യനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ഇന്നും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ നേതാവായിരിക്കുന്ന വ്യക്തിയോടും അവരുടെ കുടുംബത്തോടും ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. കാരണം ആ പുള്ളിക്കറിയാം അവർക്കൊക്കെ കീഴടങ്ങിയിരിക്കണം എന്നറിയാവുന്നത് കൊണ്ട് ആ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത്, കുത്തിത്തിരിപ്പുകാരനെ കഴിഞ്ഞും എത്രയോ ഭേദമാണ് ആ മനുഷ്യൻ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ,
അതുകൊണ്ട് കുത്തിത്തിരിപ്പുകാരൻ്റെ കഥ അവിടെ നിൽക്കട്ടെ. ട്യൂണിങ്ങുകാരന് മനസാന്തരം വന്നാൽ നന്നായി, ഇല്ല എങ്കിൽ അവന് വേണ്ടി സപ്പോർട്ട് അടിക്കാൻ നിങ്ങൾ പോകണ്ട. കാരണം നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും അവനിൽ നിന്നാണല്ലോ കിട്ടുന്നത്. കാരണം നിങ്ങളുടെ ഇതിനകത്ത്, ഈ നേതൃത്വ നിരയ്ക്കകത്തും ഒരു കുത്തിത്തിരിപ്പുണ്ട്. അതിനകത്ത് ഈ കുത്തിത്തിരിപ്പുകാരന് സപ്പോർട്ട് കിട്ടുന്നതാണ് ഈ ട്യൂണിങ്ങുകാരനിൽ നിന്ന്. ട്യൂണിങ്ങുകാരന് പിന്നെ എവിടെയെങ്കിലും ഒന്ന് നിന്നാൽ മതി. പക്ഷേ ട്യൂണിങ്ങുകാരനൊക്കെ മനസാന്തരം വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെയുള്ള ഒരു കേൾവിയൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്താ പറയുക, മാനസാന്തരം വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും അതിവിഷയത്തിലൊന്നുമല്ല. അതുകൊണ്ട് സഭയിലുള്ള ആൾക്കാരെ പറഞ്ഞു വിടാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ ആൾക്കാരെ സഭയോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഇനി സഭയിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും എന്തെങ്കിലും എന്നെ തോണ്ടി, എന്നെ ഞുള്ളി, എന്നെ മാന്തി എന്ന് പറയുമ്പോൾ സഭ വിട്ടു പോകാനല്ല നിങ്ങളെ ദൈവം സഭയിലാക്കിയിരിക്കുന്നത്. കാരണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നവനെ സഭയോട് ചേർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അത് അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വായിക്കുക. നിങ്ങളെ സഭയോട് ചേർക്കുന്നതാരാ? ദൈവമാണ്. അപ്പോൾ നിങ്ങളെ സഭയിൽ നിന്ന് മാറ്റുവാൻ അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും അധികാരമില്ല. അതുകൊണ്ട് നിങ്ങളെ തലോടിയില്ല, നിങ്ങളെ തൊട്ടില്ല, പിടിച്ചില്ല, വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടി സഭയിൽ നിന്ന് പോകാൻ നിൽക്കരുത്. കാരണം പോകാൻ നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് പോലും നിങ്ങളെക്കുറിച്ചൊരു കൺസെപ്റ്റും ഉണ്ടാകത്തില്ല, ഒരു കൺസേണും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ദൈവത്തിന് വേണ്ടുന്നത് എന്ത് വിഷയങ്ങളുണ്ടായാലും നല്ല ഉറച്ചു നിൽക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തതൊന്നും എനിക്ക് പറയാനുള്ളത്, കള്ളനെ സപ്പോർട്ട് ചെയ്യുന്നവനും ആരാണ്? കള്ളനാണ്. അതുകൊണ്ട് ഇവരൊക്കെ ഈ നേതൃത്വ നിലയിൽ ഇരിക്കുന്നവർ കള്ളത്തരം കണ്ടാൽ അവരുടെ മുഖത്ത് നോക്കി അവരോട് പറയുവാൻ തയ്യാറാകണം, നീ കാണിക്കുന്നത് കള്ളത്തരമാണ്, അത് ചെയ്യരുതെന്ന് പറയുവാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടാകണം. അതിന് പകരം കൊച്ചപ്പന്മാരുടെയും കാല് തിരുമ്മി നടക്കാതെ ദൈവത്തിനെ നോക്കുക, ദൈവത്തിനെ സന്തോഷിപ്പിക്കുന്നത് ചെയ്യുക. ഒപ്പം അവനവനൊരു കുറച്ച് വില കൽപ്പിക്കുക. അവനവന് വില കൽപ്പിച്ച് കഴിയുമ്പോണ്ടല്ലോ ഈ മറ്റുള്ളവരുടെ കാല് തിരുമാൻ പോകുകയില്ല കേട്ടോ. അങ്ങനെ നോക്കുക. അതുകൊണ്ട് അധികാരങ്ങളും കുറച്ച് സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി കള്ളത്തരം കാണിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾ നിൽക്കാതിരിക്കുക എന്നുള്ള കാര്യം കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ നേതൃത്വ നിലയിൽ നിൽക്കുന്നവരോടാണ്. ഇവർ എന്ത് വിഷയങ്ങളും, ഇവരെന്ത് ചെയ്താലും, അതിനെ ക്വസ്റ്റ്യൻ ചെയ്താലും, എന്ത് വിഷയങ്ങൾ വന്നാലും ഇവർ എന്ത് കാര്യത്തിനും പറയുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട, പരിശുദ്ധാത്മാവെന്നോട് ഇടപെട്ടെന്ന്. ഹലോ, മാറ്റിപ്പിടി. കാരണം ഈ പെന്തോക്കസ്തിലെ സകല കള്ളന്മാരും എടുത്തുപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. അതിപ്പം ഈ ചെറുപ്പക്കാർ പിള്ളേരുടെ ഇടയ്ക്ക് അതൊരു ട്രോളാണിപ്പം. ഈ പെന്തോക്കസ്തിലെ സകല കള്ളന്മാരും പറയുന്ന ഒരു പരിപാടിയാണ് പരിശുദ്ധാത്മാവെന്നോട് ഇടപെട്ടെന്ന്. പരിശുദ്ധാത്മാവല്ല ഇടപെട്ടത്, നിങ്ങളിൽ ദുരാത്മാവ് ഇടപെട്ടത്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു മാറ്റിപ്പിടി. കാരണം പരിശുദ്ധാത്മാവിനെയൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. കാരണം വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, ഏത് പാപവും ക്ഷമിക്കപ്പെടും, പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിട്ടുപിടി. ഓക്കെ, അതൊക്കെ വലിയ വലിയ വെട്ടിവീഴ്ത്തലുകളിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. പിന്നെ നേതാവ് ഈ ബാക്കി കള്ളന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരെ കഴിഞ്ഞൊക്കെ ഭേദം നേതാവാണ്. അപ്പോൾ ഇവരുടെ കുനിഷ്ടുകൾ കേട്ട് നിങ്ങൾ ഇവർക്ക് കാല് തിരുമാതിരിക്കുക. നേതാവിനെ ദൈവം ആക്കിയിരിക്കുന്ന പോസ്റ്റിൽ വിശ്വസ്തയോടെ നിൽക്കുക. നിങ്ങളെ ഏൽപ്പിച്ച സമയം വരെ അത് വിശ്വസ്തയോടെ ചെയ്യുക. കാരണം ഞങ്ങളെപ്പോലെയുള്ള സാധാരണ വിശ്വാസികൾ നിങ്ങളെയൊക്കെ ഒരു വലിയ ആൾക്കാരായിട്ട് കണ്ട് ഒത്തിരി ബഹുമാനമൊക്കെ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ഒക്കെ ഉണ്ടായത്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, നിങ്ങൾ പഴയതൊക്കെ മറന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയും ദൈവത്തിന് വേണ്ടി ഒരു മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മാനസാന്തരത്തോടെ ദൈവസന്നിധിയിൽ താഴുക. ഇല്ല എങ്കിൽ ദൈവം ഇരുത്തിയ പൊസിഷനിൽ നിന്നൊക്കെ നീക്കിക്കളയും. അതിന് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി എന്നുള്ള കാര്യം കൂടെ ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെ നിങ്ങൾ ചുമ്മാ വ്യാജം പറഞ്ഞു പരത്താതെ ഇരിക്കുക. ഓക്കെ, ഇനി അതിനകത്ത് വേറെ ഒരു വ്യക്തിയുണ്ട്. സഭയ്ക്കകത്ത് ചെറിയ വേലകളൊക്കെ ചെയ്യുന്ന വേറൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയോടും എനിക്ക് പറയുവാനുള്ളത്, ആ ദേവദാസനും കുടുംബത്തിനുമൊക്കെ എതിരെ നിങ്ങൾ കുറേ വ്യാജങ്ങളൊക്കെ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞു പരത്താതെ ഇരുത്തുക. കാരണം ഇപ്പോൾ അവർക്കൊക്കെ എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ, നിങ്ങളുടെ തലമുറ തന്നെ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. പിന്നെ അറിയാലോ, ആ ദേവദാസൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതറിയാലോ. പോണ്ടിച്ചേരിക്കാർ 6 കോടി രൂപ പോണ്ടിച്ചേരിയിൽ നിന്ന് അവിടെ നിന്ന് പറ്റിച്ചിട്ട് വന്നിട്ട് പോണ്ടിച്ചേരിക്കാർ നിങ്ങളെ തേടി വന്നപ്പോൾ നിങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ നിങ്ങളെ സൂക്ഷിച്ചതാണ് ആ ദേവദാസൻ കേട്ടോ. അതുകൊണ്ട് ആ ദേവദാസനും കുടുംബത്തിനുമെതിരെ വ്യാജം പറഞ്ഞുകൊണ്ട് നടക്കരുത്. നിങ്ങളിപ്പോൾ കുറച്ച് ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് മാനസാന്തരത്തോടെ യഥാർത്ഥത്തോടെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അല്ല എങ്കിൽ പോണ്ടിച്ചേരിക്കാർ ഒരു വരവും കൂടെ വരും. 6 കോടിയുടെ കണക്ക് തീർക്കാൻ ഒരു വരവും കൂടെ വരും. അന്ന് ഈ സങ്കേത നഗരമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ ഞാൻ ആ പുള്ളിയോട് പറയുകയാണ്. ഓക്കെ, അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം കൂടെ എനിക്ക് പറയുവാനുള്ളത്,
ഈ ദേവദാസൻ്റെ, അതായത് ഈ നമ്മുടെ സഭ സ്ഥാപിച്ച ആ ദേവദാസൻ്റെ ചരിത്രമൊക്കെ എടുത്താൽ കരഞ്ഞു പോകും. കാരണം എന്താണെന്നറിയാമോ, അദ്ദേഹം ജോലി കഴിഞ്ഞു വന്ന് അദ്ദേഹവും ഭാര്യയും കൂടെ ഒരു സ്കൂട്ടർ, ഒരു പഴയ സ്കൂട്ടറൊക്കെ എടുത്ത് പോയി എല്ലാവരോടും അവിടെ ഇവിടെയൊക്കെ പോയി സുവിശേഷം പറഞ്ഞു വന്നപ്പോൾ ഏലീഷായും അനിയനും ഒക്കെ ചെറുതാണ്. അപ്പോൾ അവർക്ക് അതുങ്ങൾക്ക് അറിയാവുന്നത് പോലെയൊക്കെ പഠിച്ച് ഈ അപ്പനും അമ്മയും വിഷമിച്ച് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു റൊട്ടിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ഇവർ കഴിച്ച് ഇവർ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ നല്ലപോലെ വില കൊടുത്തതാണ് കേട്ടോ. അന്നേരം അതിന് ഈ ദേവദാസൻ പറഞ്ഞൊരു കാരണമുണ്ടായിരുന്നു. ദൈവം എനിക്ക് തന്ന വിഷൻ പ്രകാരം ഞാൻ ഓടുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ദൈവം നോക്കുമെന്ന്. ദൈവം നോക്കി ആ കുഞ്ഞുങ്ങൾ അവരെ ഏലീഷായും അനിയനും ഒക്കെ ഇന്നും നല്ല നിലയിലെത്തുവാൻ ദൈവം ഇടവരുത്തി എന്നുള്ള കാര്യവും കൂടെ ഉണ്ട്. അപ്പോൾ അവരോടൊന്നും നിങ്ങൾ ചൊറിയാൻ ചെയ്യരുത്, ആ കുടുംബത്തെ ചേർത്ത് പിടിക്കണം. കാരണം അത്രയും വില മുടക്കിയാണ് ഈ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇന്ന് ഇതിനകത്ത് കിടന്ന ആളാകുന്ന ഒരുത്തിനും ഒരു രൂപയും ഇതിനകത്ത് മുടക്കിയിട്ടില്ല. അതിൻ്റെ സകല തെളിവുകളും ഇതിൻ്റെ പിന്നിലിരിക്കുന്ന, അതായത് ഈ കഥകളൊക്കെ അറിയാവുന്ന പലരോടും സംസാരിക്കുകയും ഇതിൻ്റെ തെളിവുകളും ഒക്കെ ശേഖരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. അതുകൊണ്ട് സഭ പൊളിക്കുവാനോ സഭയിൽ വന്നവരെ പറഞ്ഞു വിടുവാനോ നിങ്ങൾക്ക് അധികാരമില്ല. പകരം ഏത് ടൈപ്പുള്ളവൻ സഭയിൽ കയറി വന്നാലും അവന് മാനസാന്തരം ഉണ്ടാകും. നിങ്ങൾ കാരണമാകണമെങ്കിൽ നിങ്ങളിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിങ്ങളിൽ നിന്ന് പുറപ്പെടണം. ഓക്കെ, ഇത്രയും ഞാൻ പറയുകയാണ്. പിന്നെ അടുത്തൊരു കാര്യം കൂടി പറയാം. ഈ നേതാവിനെ പോലെ തന്നെ എലീഷയ്ക്കും ചില അധികാരങ്ങളുണ്ട്. അധികാരങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിനും എല്ലാ ശുശ്രൂഷയ്ക്കുമുള്ള അധികാരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സ്നാനപ്പെടുത്താൻ, കല്യാണം നടത്താൻ, മരണാനന്തര ചടങ്ങുകൾ നടത്താൻ, ഫ്യൂണറൽ സർവീസ് നടത്താൻ, അങ്ങനെ തുടങ്ങി സകലത്തിനും ഈ നേതാവിനുള്ള അധികാരം പോലെ തന്നെ എലീഷയ്ക്കുമുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് ആ സഭയിൽ ഈ അധികാരങ്ങളെല്ലാം ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഈ എലീഷ കൊണ്ടുപോയി ആരെങ്കിലും സ്നാനപ്പെടുത്തി എന്നൊക്കെ കേട്ടുകൊണ്ട് ആരും ഇവിടെ കരഞ്ഞുകൊണ്ട് നടക്കേണ്ട. കാരണം അതിനകത്തൊന്നും വലിയ കഥയില്ല. കാരണം എന്താണെന്നറിയാമോ, അതൊരു ഈ സഭ സ്ഥാപിച്ച വലിയ ദേവദാസൻ്റെ മകനാണ്. അതിനെ ഒതുക്കാൻ നിങ്ങൾക്കൊന്നും പറ്റത്തില്ല മക്കളെ. കാരണം എന്താണെന്നറിയാമോ, അതിനെക്കുറിച്ചൊക്കെ ദൈവത്തിൽ വലിയ വലിയ പദ്ധതികളുണ്ട്. ഇതൊന്നുമില്ലാത്ത നിങ്ങൾക്ക് അതിനെ ഒതുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ചുമ്മാ ആട് കരയുന്ന പോലെ കരഞ്ഞുകൊണ്ട് നടക്കാതെ അവനവനെ ദൈവം എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ചെയ്ത് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ നോക്ക്. ഓക്കെ, അതുകൊണ്ട് ഈ വിഷയം ഞാൻ അവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇനി ഫാസ്റ്റിംഗ് പ്രയറുകളൊക്കെ വരാൻ പോവുകയാണ്. എല്ലാവരും നല്ലപോലെ മാനസാന്തരപ്പെട്ട് നല്ലൊരു പുതിയ തുടക്കത്തിന് വേണ്ടി എല്ലാവരും മുന്നിട്ട് ഇറങ്ങിയാൽ ദൈവം തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളിലൂടെ ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളിലൂടെ ചെയ്യിപ്പിക്കും. അല്ല എങ്കിൽ നിങ്ങളെ മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ടുവരും എന്നുള്ള കാര്യം ഓർക്കുക. സമയമാകുമ്പോൾ ഏലീഷ വന്ന് ചാർജ് എടുത്തോളും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഇപ്പോൾ ആ ട്രസ്റ്റിനകത്ത് സ്ഥാനം നിങ്ങൾ കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ ദൈവം അതിനകത്ത് സ്ഥാനം കൊടുത്തു. കാരണം ദൈവത്തിന് വേണ്ടി വില മുടക്കിയ ദേവദാസൻ്റെ മകനെ മാനിക്കാതെ ദൈവം പോകത്തൊന്നുമില്ല. അതുകൊണ്ട് സഭയുടെ അടുത്ത അനന്തരാവകാശിയായി ആ മകൻ തന്നെ വന്ന് സമയമാകുമ്പോൾ, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ വന്ന് ചാർജ് ഏറ്റെടുക്കും. അതുവരെ ഏൽപ്പിച്ചിരിക്കുന്ന നേതാവ് ബുദ്ധിപൂർവ്വം കൃപയോടെ മുന്നോട്ട് പോവുക. കുത്തിത്തിരിപ്പുകാരനെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തുക. ട്യൂണിങ്കാരനൊക്കെ മാനസാന്തരം വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ വ്യാജം കാണിക്കുന്നവനെയൊക്കെ അവിടെ മര്യാദയ്ക്ക് നിർത്തുക. പിന്നെ വ്യാജം കാണിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വന്ന ബാക്ക്ഗ്രൗണ്ട് മറക്കരുത്. ഓക്കെ, എല്ലാവരോടും അത് തന്നെ പറയാനുള്ളത്. ആര് എവിടെ നിന്നൊക്കെ വന്നു എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും അറിയാമല്ലോ. അതൊന്നും മറക്കരുത്. അങ്ങനെ എല്ലാവരും ഒരു നല്ല ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, വേറൊരു പെരുങ്കള്ളനുണ്ട് ഇതിനകത്ത്. ഈ പെരുങ്കള്ളൻ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇറക്കിയപ്പോഴത്തേനും ഇയാൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കിടന്നു, അവൾ പറയുന്നതൊക്കെ നുണയാണ്, അവളെ എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പറയുന്നത് നുണയല്ല. കാരണം ഞാൻ പറയുന്നതിന് ഓരോ കാര്യത്തിനും തെളിവുകളുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ അവളെ അറിയാമെന്ന് പറഞ്ഞത് സത്യ. ഇവൻ എന്നെ അറിയാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ ഒരു വീട് വേണം, ഒരു വാടകയ്ക്കൊരു വീട് വേണം. അപ്പോൾ ഇവൻ അതിവിശ്വസ്തനായ, ഇവൻ പാസ്റ്ററാണെന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. അന്ന് ഇവൻ പാസ്റ്ററല്ല, ഇന്ന് ഇവൻ ഏതാണ്ട് വ്യാജത്തിൽ ഉടായ്പിലൂടെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അറിയാതെ ഒരു സർട്ടിഫിക്കറ്റ് ഇവൻ്റെ കയ്യിൽ വന്ന് ചേർന്നിട്ടുണ്ട്. ഓക്കെ, അന്ന് ഇവൻ പാസ്റ്ററാന്നൊക്കെ പറഞ്ഞ് ഇവൻ വലിയ അതിവിശ്വസ്തനാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് വിശ്വസിച്ചു. ഞാൻ വിചാരിച്ചത് സത്യമാണെന്ന് കരുതി ഞാൻ ഇവനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു വാടക വീട് വേണം, അപ്പോൾ ഒരു വാടക വീട് ഒന്ന് തരപ്പെടുത്തി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു, ഒരു വാടക വീടുണ്ട്, അതായത് ഈ പുള്ളിയുടെ പെങ്ങടെ മകൻ്റെ പേരിൽ കിടക്കുന്ന ഒരു വീടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പട്ടിക്കാട്ടിലെ ഒരു സ്ഥലത്തോട്ട് ഒരു വീട് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു. 5000 രൂപ റെൻറ്റ് പ്രകാരം ആ വീട് ഞങ്ങൾക്ക് താമസിക്കുവാനായിട്ട് തന്നു. ഇനി ആ വീടിനൊരു ചരിത്രമുണ്ട്. എന്താണെന്നറിയാമോ, ആ വീട് ഈ പുള്ളിക്ക് എങ്ങനെയാണ് ആ വീടും അതിനോട് ചേർന്ന് കുറച്ച് സ്ഥലങ്ങളുണ്ട്. കുറച്ച് ഏക്കർ കണക്കെന്ന് വെച്ചാൽ ഒരു 2-2.5 ഏക്കർ അങ്ങനെ ഏതാണ്ട് എത്രയോ സ്ഥലമുണ്ട്, എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. അത്രയും അതിനോട് ചുറ്റും സ്ഥലവുമുണ്ട്. ഈ സ്ഥലം ഈ പുള്ളി എങ്ങനെയാണ് മേടിച്ചതെന്നറിയാമോ, ഈ പുള്ളി ഈ ബൈബിൾ കോളേജിലും അതിൻ്റെ അവിടെ ഒരു റീട്രീറ്റൊക്കെ നടക്കുന്നുണ്ടല്ലോ. ആ റീട്രീറ്റിൽ ഈ പുള്ളീനെ ഇവൻ വിശ്വസ്തനാണെന്ന് എണ്ണി നമ്മുടെ മരണപ്പെട്ടു പോയ ദേവദാസൻ അവിടെ ഒരു പോസ്റ്റ് ഏൽപ്പിച്ചു. ഈ പുള്ളി എന്നിട്ട് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരുന്നപ്പം എന്തോ കഷ്ടകാലത്തിന് ഇവൻ്റെ മുന്നിലോട്ട് ഒരു UK മലയാളി വന്നു വിട്ടു.
UK മലയാളി വന്ന് പെട്ടിട്ട് ഇവൻ പരിശുദ്ധനാണെന്ന് കരുതി ഇവൻ്റെ അടുത്ത് ഇങ്ങനെ ഹൃദയമൊക്കെ തുറന്ന് ഇവനോട് ഇങ്ങനെ കൗൺസിലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പുള്ളി പറഞ്ഞു ഇങ്ങനെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, എനിക്കിവിടെ കുറച്ച് സ്ഥലം മേടിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് വന്ന് പെട്ടതെന്ന് പറഞ്ഞ് ഈ മനുഷ്യനോട് പറഞ്ഞു ഞാനും കുറച്ച് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് ഈ കള്ളൻ എന്ത് ചെയ്തു, ഈ വ്യക്തിയുടെ അതായത് UK മലയാളിയുടെ അടുത്തുനിന്ന് 38 ലക്ഷം രൂപ മേടിച്ചെടുക്കുകയും ആ പൈസ വെച്ചിട്ട് മേടിച്ച സ്ഥലമാണ് ആ സ്ഥലം. ഈ കഥയൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് അവിടെ നിന്നൊക്കെ ഞങ്ങൾ താമസം മാറിയതിന് ശേഷമാണ് ഈ കഥയൊക്കെ ഞാൻ അറിയുന്നത് കേട്ടോ. കാരണം ഈ വിവരങ്ങളൊക്കെ വെച്ചിട്ട് ആ UK മലയാളി തന്നെ ഒരു ലഘുലേഖയൊക്കെ അടിച്ചിറക്കുകയും ചെയ്തു. കാരണം ആ മനുഷ്യനെ പറ്റിച്ചുവൻ. ഇവൻ എന്നിട്ട് ആ സ്ഥലവും വീടും ഒക്കെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻ കൊടുത്തില്ല. അതിനകത്ത് ഇവൻ ഒരു കുരുട്ടുബുദ്ധി കൂടെ കാണിച്ചു. ഒരു 5 സെൻറ്റ് സ്ഥലത്തിനകത്തൊരു അതിൻ്റെ അകത്തുള്ള 5 സെൻറ്റ് സ്ഥലത്തിനകത്തൊരു വീട് വെച്ചു. ആ വീട്ടിലാണ് ഞങ്ങളെ താമസിപ്പിച്ച് ആ വീട് ഇവൻ്റെ പെങ്ങടെ മകൻ്റെ പേരിലോട്ട് എഴുതി വെച്ചു. എങ്ങനെയുണ്ടെന്ന് നോക്കി ഇവൻ്റെ കുരുട്ടുബുദ്ധി. ഇത് കൂടാതെ വേറെ എന്നിട്ട് ഈ UK മലയാളിയാണ് ഇവൻ്റെ മകനെ UK കൊണ്ടുപോകാൻ 7-8 ലക്ഷം രൂപ മുടക്കുകയും ചെയ്തു. ഒരു പൈസ ആ മനുഷ്യന് ഇവൻ തിരിച്ചു കൊടുത്തിട്ടില്ല. ഓക്കെ, ആ സ്ഥലമെങ്കിലും ഈ മനുഷ്യൻ്റെ പേരിലോട്ട് എഴുതി കൊടുക്കണ്ടേ, അതും ഇവൻ കൊടുത്തില്ല. എന്നിട്ട് അതിനകത്തുനിന്ന് ചെറിയ പ്ലോറ്റ് ഞങ്ങൾ ചെല്ലുമ്പോഴൊരു 5 സെൻറ്റ് സ്ഥലം ഓൾറെഡി അവൻ കച്ചവടം ആക്കിയിരുന്നു, വേറൊരു ഫാമിലിക്ക് കൊടുത്തിട്ട് ഇവൻ അതുകൊണ്ട് പൂട്ടടിച്ചു. ഓക്കെ, പിന്നെ പുതിയ പഴയ കാറ് മാറ്റി പുതിയ കാറ് മേടിക്കാൻ അടുത്ത സ്ഥലം വിൽക്കാനുള്ള തന്ത്രപ്പാടിലൊക്കെ ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ എന്തായെന്ന് അറിഞ്ഞുകൂടെ, ഞങ്ങൾ അന്നേരത്തിന് താമസം മാറിയല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇവൻ വേറെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഓസ്ട്രേലിയക്കാരൻ്റെ അടുത്തതും എന്ത് സംഭവിച്ചിരിക്കുകയാണ്, ഇതുപോലെ ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ പല സ്ഥലത്തും സ്ഥലങ്ങൾ മേടിച്ചിട്ടിരിക്കുകയാണ്. അതുകൂടാതെ ആ സഭയിലുള്ള പലരുടെ കയ്യിൽ നിന്ന് ഇവൻ പൈസ മേടിച്ചിട്ട് അങ്ങനെയുള്ള കഥകളൊക്കെയാണ് ഇവൻ്റെ പിന്നിലുള്ളത്. ഇവനാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പോകുന്നത്. ഇനി നിന്നോട് എനിക്ക് പറയാനുള്ളതുണ്ടല്ലോ, നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത. കാരണം ഇതിവിടെ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനത് പ്രയോഗിച്ചു പോവുകയാണ്. കാരണം നീ ഈ കള്ളൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കഥയാണ്. ഇവന് ഞാൻ 6 മാസത്തെ റെൻറ്റ് കൊടുക്കാനുള്ളത്. 6 മാസത്തെ പോയിട്ട് ഇവന് ഞാൻ ഒരു പൈസയും കൊടുക്കാനില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവൻ ആ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചപ്പം ഞാൻ കരുതി ഇവൻ പാസ്റ്ററാണെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാമെന്ന് കരുതിയപ്പോൾ ഇവൻ പാസ്റ്ററാണല്ലോ, ഇനി പുറത്തുനിന്ന് ഒരാളെ വിളിക്കണ്ടല്ലോ എന്ന് കരുതി ഇയാളെയും കൊണ്ട് ഞാനങ്ങ് പ്രാർത്ഥിപ്പിച്ചു. എൻ്റെ കഷ്ടകാലത്തിൽ ഇവൻ അങ്ങ് വലിയൊരു പ്രാർത്ഥനയൊക്കെ നടത്തി ഇവൻ പോയി കഴിഞ്ഞ് ഞങ്ങളവിടെ താമസം തുടങ്ങി. ആദ്യത്തെ 1 മാസം വലിയ വിഷയമില്ലാതെ പോയി. ഞങ്ങൾ ആദ്യത്തെ 1 മാസത്തെ റെൻറ്റ് കറക്റ്റ് കൊടുക്കുവാൻ പറ്റി. അതിനുശേഷം എൻ്റെ പ്രിയ ദൈവമക്കളെ, ഞങ്ങൾക്ക് കഷ്ടം എന്ന് വെച്ചാൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പോലും ഞങ്ങൾ ഞെരങ്ങുന്നു, റെൻറ്റ് കറക്റ്റായി കൊടുക്കാൻ പറ്റുന്നില്ല. അവസാനം പലിശയ്ക്ക് പൈസ മേടിച്ച് മൊബൈൽ ആപ്പിൽ നിന്ന് ലോൺ എടുത്തൊക്കെയാണ് ഞങ്ങൾ ഇവന് മുക്കിയും മൂളിയൊക്കെ റെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ദേവദാസനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചപ്പോൾ ആ ദേവദാസൻ എന്നോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട് ഒരു ശാപത്തിൻ്റെ വീടാണ്. ശാപത്തിൻ്റെ വീടാണെന്ന് പറയാൻ കാരണം അറിയാലോ, ഇവൻ ആ ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് അതിനകത്ത് കിടപ്പുണ്ട്. വേറൊരു മനുഷ്യനെ 38 ലക്ഷം രൂപ തട്ടിച്ചെടുത്തിട്ട് മേടിച്ച വീടാണല്ലോ. അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഒരു വീടാണ്, അതൊരു ശാപം പിടിച്ച് കിടക്കുന്ന വീടാണ്, നിങ്ങൾ അവിടെ നിന്ന് മാറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 11 മാസത്തെ എഗ്രിമെൻറ്റ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുക്കി മൂളിയൊക്കെ റെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം അങ്ങനെ നമ്മുടെ കൊറോണ വന്നു. അപ്പോൾ കൊറോണ വന്നപ്പോഴത്തേക്കും കൊറോണ തുടങ്ങുന്നതിൻ്റെ ആ ഒരു മാസത്തെ റെൻറ്റ്, അതായത് കൊറോണ തുടങ്ങിയപ്പോഴാണല്ലോ കഴിഞ്ഞ മാസത്തെ റെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. ആ റെൻറ്റ് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, പിന്നെ ഒരു രക്ഷയുമില്ലല്ലോ, ലോക്ക്ഡൗൺ ആയിപ്പോയി. അങ്ങനെ 3 മാസത്തെ റെൻറ്റ് പെൻഡിങ് വന്നു. ഇത് കൊറോണയുടെ 2 മാസത്തെയും അതിന് മുന്നത്തെ 1 മാസത്തെയും കൂടെ ചേർത്ത് 3 മാസത്തെ റെൻറ്റ് ഞങ്ങൾക്ക് പെൻഡിങ് വന്നു. അപ്പോൾ പെൻഡിങ് വന്നപ്പോൾ ഓർക്കുക, നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞു 2 മാസത്തെ റെൻറ്റ്, അതായത് കൊറോണയുടെ ആ 2 മാസത്തെ റെൻറ്റ് ഹൗസ് ഓണേഴ്സ് ഒന്നും മേടിക്കരുത്, അത് റെൻറ്റിന് കൊടുത്തിരിക്കുന്ന വ്യക്തികളുടെ അടുത്തുനിന്ന് മേടിക്കരുതെന്ന് ഗവൺമെൻറ് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ഇവൻ 2 മാസത്തെയൊന്നും കുറച്ചില്ല. ഇവൻ ഞങ്ങളോട് പറഞ്ഞു 1 മാസത്തെ റെൻറ്റ് കൊടുക്കാൻ. അപ്പം ഞാൻ കുറയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ഞങ്ങൾ 2 മാസത്തെ കുറച്ച് താന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവൻ ഞങ്ങൾക്ക് 1 മാസത്തെ കുറയ്ക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ കൊറോണ കഴിഞ്ഞിട്ട് 1 മാസവും കൂടെ ഞങ്ങൾ ആ വീട്ടിൽ താമസിച്ചു. ആ 1 മാസം കൂടെ താമസിക്കാമെന്ന് പറഞ്ഞാൽ അന്നേരമാണ് ഞങ്ങളുടെ എഗ്രിമെൻറ്റ് തീരുന്നത്. അപ്പോൾ ഇത് തീരാൻ നേരത്തെ ഞങ്ങൾ ഈ വീട് ഒഴിയാൻ തീരുമാനിച്ചു. കാരണം ഒരു ദേവദാസൻ ഞങ്ങളോട് പറഞ്ഞാൽ ഇത് ശാപം പിടിച്ച വീടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ സമയത്ത് കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഒത്തിരി പേര് ഞങ്ങളെ സഹായിച്ചു. എൻ്റെ വീട്ടിൽ നിന്നും പുള്ളിയുടെ വീട്ടിൽ നിന്നും ഒക്കെ ഞങ്ങളെ, പിന്നെ കുറച്ച് ദേവദാസന്മാർ അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങളെ സഹായിച്ചു. കാരണം ഞങ്ങളുടെ പൈസ ഉള്ളപ്പോൾ ഞങ്ങളെ സഹായിച്ച കുറേ ദേവദാസന്മാർ ഞങ്ങളെ ആ സമയം ഇപ്പോൾ ഇങ്ങോട്ട് സഹായിച്ചു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ കുറേ ദേവദാസന്മാരൊക്കെ ഇങ്ങോട്ട് ഞങ്ങളെ സഹായിച്ചു. പിന്നെ ഞങ്ങളായിരുന്ന ആ സഭയിൽ നിന്ന് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ കുറച്ചധികം പൈസ ഞങ്ങളുടെ കയ്യിൽ വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഞങ്ങൾ മാറുവാണല്ലോ. അപ്പോൾ ഈ മാറുന്നതിൻ്റെ തലേ ദിവസം
ഈ വ്യക്തിയോട് അതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീട് ഒഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തലേദിവസം ഞാൻ എന്ത് ചെയ്തു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് അന്ന് എൻ്റെ ഇതിനകത്തൂടെ എൻ്റെ ഗൂഗിൾ പേയിൽ വർക്ക് ആകുന്നില്ല. എനിക്ക് 1000 രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്പർ ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗൂഗിൾ പേയിലൂടെ എനിക്ക് പറ്റണില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബാങ്കിൽ പോയിട്ട് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോയിട്ട് 15,000 രൂപ ഈ പുള്ളിയുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ 15,000 രൂപ ഇട്ട് കൊടുത്തപ്പം ഞങ്ങൾ കൊടുക്കേണ്ട റെൻറ്റ് മുഴുവൻ കംപ്ലീറ്റ് ആയി. പിന്നെ ഒരു മാസത്തെയാണ് പെൻഡിങ് ഉള്ളത്. അത് ഇയാൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു നമ്മുടെ കൊറോണയുടെ സമയമായതുകൊണ്ട് തരണ്ടായെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇവൻ കുറച്ച റെൻ്റാണ്. അപ്പോൾ ആ ഒരു മാസത്തെ റെൻറ്റ് മാത്രമാണ് ഇവന് ഞങ്ങൾ കൊടുക്കാതിരുന്നത്. ബാക്കി സകല പൈസയും കൊടുത്തു എന്ന് മാത്രമല്ല, ഞങ്ങൾ വീട് വെക്കേറ്റ് ചെയ്തിരുന്ന സമയത്ത് അതുവരെ ഞങ്ങൾ താമസിച്ച അതുവരെയുള്ള കറണ്ട് ബില്ലും ഞങ്ങൾ പോയിട്ട് KCBയിൽ പോയി ഇതിനകത്ത് പോയി KCB പോയി അടച്ച് അതിൻ്റെ റെസീപ്റ്റ് സഹിതം താക്കോല് സഹിതം ഇവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇവനോട് പറഞ്ഞത് നിൻ്റെ തന്തയല്ല എൻ്റെ തന്തയെന്ന്. കാരണം ഇവൻ ഇത്രയും തട്ടിപ്പ് കാണിച്ചവനാണ് ഇവൻ. അതുകൊണ്ട് ഇവൻ ഇതല്ല ഇതിലപ്പുറം പറയും. എന്നിട്ട് ഇവനും ഇവൻ്റെ പെമ്പറന്നോത്തിയും കൂടെ നാട് നിങ്ങളെ പറഞ്ഞുകൊണ്ട് നടന്നു ഞങ്ങൾ റെൻറ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. അന്ന് ഞാൻ മിണ്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർ പലരോടും പറയുന്നുണ്ടെന്ന് എനിക്ക് അറിവ് കിട്ടിയപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല. കാരണം ഞാൻ വിചാരിച്ചു ദൈവമുണ്ടല്ലോ. കാരണം ഇവനെക്കുറിച്ച് ലഘുലേഖ വരെ അടിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ വീണ്ടും ഈ കഥ ഇങ്ങനെ ഈ വ്യാജം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തരുവാൻ ഇടയായി തീർന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പിന്നിലെ കഥ. അങ്ങനത്തെ കള്ളനാണ്. ഈ കള്ളനെയാണ് ഇപ്പം ആ ബൈബിൾ കോളേജിൻ്റെയും ആ റീട്രീറ്റ് സെൻ്ററിൻ്റെ ഇടയ്ക്കോട്ട് ഇവനെ വീണ്ടും തിരികെ കയറ്റിയിട്ടുണ്ട്. ഇവന് വേറൊരു കിണ്ടിക്കഥയൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ മാതാപിതാക്കന്മാർ എന്ത് ചെറ്റത്തരം കാണിച്ചാലും ബലിയാടാകുന്നത് തലമുറകളാണ്. അതുകൊണ്ട് ഞാൻ ആ തലമുറകളെ ഓർത്ത് ഇവൻ്റെ കിണ്ടിക്കഥ ഞാനിപ്പോൾ തൽക്കാലം ഹൈഡ് ചെയ്യുകയാണ്. അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇതാണ്. എന്നിട്ട് ഇവനിപ്പോൾ അതിനകത്ത് കയറി വലിയ ആളായിക്കൊണ്ടിരിക്കും. എന്തിന്? അടുത്ത തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള കളവൊരുക്കാൻ വേണ്ടി. കാരണം ഇവന് മാനസാന്തരം ജന്മത്ത് വരില്ല. മാനസാന്തരം വന്നെങ്കിൽ ഇവൻ എന്ത് ചെയ്തേനെ? ഇതൊക്കെ അവൻ തിരിച്ചു കൊടുത്തേനെ. അവനത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവന് മാനസാന്തരം വന്നിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഇവൻ എങ്ങനെ അതിനകത്ത് കയറിയെന്ന് വെച്ചാൽ ഈ നേതാവിൻ്റെ കാലിൽ പോയിട്ട് അവൻ വീണു. നേതാവിൻ്റെ കാലിൽ വീണ് കിടന്ന്. അപ്പോൾ നേതാവ് വിശ്വസിച്ചു ഇവന് മാനസാന്തരം വന്നെന്ന് വിശ്വസിക്കാഞ്ഞിട്ടാണോ അതോ തൻ്റെ കൂട്ടത്തിൽ ആൾ ചേരാൻ വേണ്ടി ആളെ കൂട്ടിയതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഇവൻ നേതാവിൻ്റെ കാലേ വീണു. അപ്പോൾ നേതാവ് അങ്ങ് ഫ്ലാറ്റായി. ഇവനെ വീണ്ടും തിരികെ കയറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവന്മാർക്ക് ഈ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരുത്തനോ ഇവനോ ആർക്കും അതിനകത്ത് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. കാരണം ആ ബൈബിൾ കോളേജും അതൊക്കെ ആ ദേവദാസൻ്റെ, അതായത് മരണപ്പെട്ടു പോയ ദേവദാസൻ്റെ വിഷനാണ്. അപ്പോൾ പുള്ളി എന്താണ് ചെയ്തിരിക്കുന്നത്? പുള്ളിയുടെ ഒരു വിഷനായിരുന്നു അത്. അങ്ങനെ അത് വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ പിന്നിൽ വേറൊരു ദേവദാസൻ ഉണ്ടായിരുന്നു. ഒരു ദേവദാസനുണ്ട്. പുള്ളി ഒന്നും നോക്കാതെ അഹോരാത്രം അതിനുവേണ്ടി അധ്വാനിച്ച് ഓടി അവിടെ വരുന്ന പിള്ളേരോടൊക്കെ അവരെയൊക്കെ ഇങ്ങനെ എന്താ പറയുക സുവിശേഷവൽക്കരിച്ച് അവർക്ക് വേണ്ടുന്നതൊക്കെ മേടിച്ച് കൊടുക്കുവാൻ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. ഒരു കാല് വയ്യാത്തൊരു ഒരു സഹോദരിയും അവരുടെ ഒരു കുടുംബമൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒത്തിരി പൈസ ആ ബൈബിൾ കോളേജിന് വേണ്ടി മുടക്കി, എന്താ പറയുക, അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പൈസയൊക്കെ അവർ മുടക്കിയതാണ് കേട്ടോ. അങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേര് പിന്നെ ആ ഒരു സ്ഥലം മേടിക്കാനൊക്കെ സഹായിച്ച ഒത്തിരി വേറെ വ്യക്തികളൊക്കെ ഉണ്ട്. ഇവന്മാരാരും ഈ നേതൃത്വത്തിൽ ഇരിക്കുന്നവനോ ഈ പെരുങ്കള്ളനോ ഇവനാരും ഒരു 5 പൈസ അതിനകത്ത് മുടക്കിയതല്ല. പകരം അതിൻ്റെ ഫെയിമും അതിൻ്റെ നന്മകളും ഇന്ന് അനുഭവിക്കുന്നവരാണ് ഇവർ. ഓക്കെ, എന്നിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പെരുങ്കള്ളനെ അങ്ങോട്ട് മാറ്റിയിട്ട് ആ മനുഷ്യൻ്റെ പേരിൽ വ്യാജക്കഥ ഇറക്കി ആ മനുഷ്യനെ അവിടുന്ന് പറഞ്ഞു വിടുവല്ല. അതിന് ആ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ആ പുള്ളി സഭയിൽ ഒരു സാധാ വിശ്വാസിയെ പോലെ വന്നു പോകുന്നുണ്ട്. ആ കുടുംബം വന്നു പോകുന്നുണ്ട് കേട്ടോ. അത്രയും പരിപാടിയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ അവിടെ കയറിയിരിക്കുന്നതാണ് ഈ ഈ പെരുങ്കള്ളൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല കേട്ടോ. നിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് മതി. നിൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. ഓക്കെ, കാരണം ഇത്രയും തട്ടിപ്പ് കാണിച്ച നിൻ്റെയൊക്കെ വാക്ക് കേൾക്കുന്നവരെ പറഞ്ഞാൽ മതി. എന്തായാലും ഈ പെരുങ്കള്ളൻ്റെ കെണിയിൽ ഇനി ആരും പെടാതെ ദൈവം സൂക്ഷിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുകയാണ്. എനിവേ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വലിയ വീഡിയോ ആണ് ഇതിവിടെ സംഹരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു മാനസാന്തരം ഉണ്ടാകട്ടെ. ഇപ്പോൾ ഞാൻ ഇലയ്ക്കും മുള്ളിനും ഒന്നൊക്കെ കേടില്ലാതെയാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലും വലിയ ബോംബുകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഓക്കെ, അതുകൊണ്ട് അതൊന്നുമായിട്ട് ഇനി മുന്നോട്ട് വരേണ്ട ഒരു അവസരം ഒരുക്കരുത്. മാനസാന്തരപ്പെടുക, എല്ലാവർക്കും മാനസാന്തരപ്പെടുക. പിന്നെ ഈ പെരുങ്കള്ളനോട് എനിക്ക് പറയാനുള്ളത്, നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് ഞാൻ പറയാൻ കാരണമുണ്ടല്ലോ. ഞാനൊക്കെ ഈ SFIക്കകത്ത് കിടന്ന് വളർന്നതാണ്. SFI എന്ന പ്രസ്ഥാനത്തിനകത്ത് എല്ലാ കളിയും കളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു പാർട്ടി പ്രവർത്തനവും ആ പഴയ സ്വഭാവങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഒരു മാനസാന്തരത്തിൻ്റെ പാതയിലാണ് ഞാനൊക്കെ സഞ്ചരിക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ അതിവിഷത്തെന്നൊന്നുമല്ല. ഇങ്ങോട്ട് പാടി എന്ന് പറഞ്ഞാൽ എന്താടാന്ന് തിരിച്ച് ചോദിക്കുന്ന സ്വഭാവമൊക്കെ എനിക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ നീ എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് ഞാൻ പറയാൻ കാരണം. ഓക്കെ, എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.